ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ കുറേ നാളായില്ലേ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ട്. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത് ഫെലനോപ്സിസ് ഓർക്കിഡ്സിൻ്റെയാണ്. സീഡ്ലിങ്സ് സൈസിലുള്ള ഫെലനോപ്സിസ് ഓർക്കിഡ് നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിയിട്ടുണ്ട്. അതും ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. അപ്പം തന്നെ വലിപ്പം വളരെ കുറവായിരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. ചില പ്ലാന്റ്സുകൾക്ക് വലിപ്പം കൂടുതലായിരിക്കും, ചിലത് വലിപ്പം കുറവായിരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തുവാണെന്ന് നോക്കാം. നമുക്ക് ആ ഒരു ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം. നമുക്ക് ഈ പ്ലാന്റ്സ് വന്നിരിക്കുന്നത് ഈ ഒരു ബോക്സിലാണ്. ഇത് നമുക്ക് അയച്ചിരിക്കുന്നത് അക്കൂസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അവർ പേര് കൊടുത്തിരിക്കുന്നത് അക്കൂസ് ഡ്രീംസ് ഓർക്കിഡ്സ് എന്നാണ്. ഇവരുടെ കയ്യിൽ ഒരുപാട് ഓർക്കിഡ്സിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ടെൻഡോർബി ഉണ്ട്, ഫെലനോപ്സിസ് ഉണ്ട്, മൊക്കാറാസ് ഉണ്ട്, അതുപോലെ തന്നെ അഡിലീനിയം പ്ലാന്റ്സുകളുണ്ട്, ഒരുപാട് പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളും ഹെൽത്തും അയച്ചിരിക്കുന്നതും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പം ഞാൻ ഫെലനോപ്സിസ് ഓർക്കിഡ്സിൻ്റെ 5 പ്ലാന്റ്സ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ 5 പ്ലാന്റ്സിലൂടെ നമുക്ക് 1400 രൂപയാണ് വരുന്നത്. നമ്മളെപ്പോഴും പ്ലാന്റ്സിൽ മേടിക്കുമ്പോൾ ഇതുപോലെ കോംബോ ഓഫറിൽ നമ്മൾ മേടിക്കുവാണെങ്കിൽ കുറച്ച് റേറ്റിന് കുറവ് വരും. നമ്മളിപ്പം ഒരു പ്ലാന്റായിട്ട് എടുക്കുമ്പോൾ അതിലും കൂടുതൽ റേറ്റ് ആവും. നമ്മളിപ്പം ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് 280 രൂപയാണ് ഒരു പ്ലാന്റ് റേറ്റ് വന്നിരിക്കുന്നത്. 5 പ്ലാന്റിൻ്റെ കോംബോയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 1400 രൂപ. കൊറിയർ ചാർജ് നമുക്ക് 80 രൂപയാവും. 1480 രൂപ ടോട്ടൽ നമുക്ക് ആയിട്ടുണ്ട്. ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെയും അതുപോലെ ടെൻഡോർബിയത്തിൻ്റെ ഒക്കെ നമുക്ക് കോംബോസ് അവൈലബിൾ ആണ്. 5 പ്ലാന്റ്, 10 പ്ലാന്റ്, 15 പ്ലാന്റ്, ഇവയുടെയൊക്കെ കോംബോ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റിന് വ്യത്യാസം വരും. നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കളക്ഷനിലേക്ക് കൊണ്ടുവരാനും പറ്റും. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ. സീഡ്ലിങ്സ് ആണെങ്കിലും നല്ല സൈസുണ്ട്. ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സീഡ്ലിങ്സ് മേടിക്കുന്ന മറ്റ് പ്ലാന്റ്സുകളെ അപേക്ഷിച്ച് കുറച്ച് വലിപ്പം കുറവായിരിക്കും. നമ്മളിതിപ്പോൾ 5 പ്ലാന്റ്സ് ആണ് വാങ്ങിയിരിക്കുന്നത്. വലിപ്പം കുറവാണ് കേട്ടോ. ഇത് നമ്മൾ ചില പ്ലാന്റ്സുകൾക്ക് ഹൈബ്രിഡ് വെറൈറ്റികൾക്ക് വലിപ്പം കുറവായിരിക്കും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ആദ്യം കാണിച്ച 2 പ്ലാന്റിൻ്റെ അത്രയും വലിപ്പമുണ്ട്. 2 പ്ലാന്റ്സിന് വലിപ്പം കുറവും, 2 പ്ലാന്റ്സ് ബാക്കി 3 പ്ലാന്റ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വലിപ്പമുണ്ട്. വലിപ്പം കുറവാന്ന് പറഞ്ഞാലും അധികം ഒരുപാട് വലിപ്പം കുറവൊന്നും അല്ല കേട്ടോ. നെറ്റ് പോട്ടിലാണ് പ്ലാന്റുകളൊക്കെ വന്നിരിക്കുന്നത്. അതിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ കേട്ടോ. ഇതാണ് നമ്മൾ വാങ്ങിയ പ്ലാന്റ്സുകൾ. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. ഞാൻ വാങ്ങിയ പ്ലാന്റ്സ് 5 പ്ലാന്റ്സിൻ്റെ ഫോട്ടോസ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇട്ടിരിക്കുന്നതായിരിക്കും കേട്ടോ ലാസ്റ്റ്.
നെറ്റ് പോട്ടിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ നെറ്റ് പോട്ട് കട്ട് ചെയ്തിട്ടാണ് ഓരോ പ്ലാന്റും പോട്ട് ചെയ്യേണ്ടത്. ഞാനിപ്പം പോട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ കുക്കീസ് അങ്ങനെയൊക്കെ ഉള്ളത് മേടിക്കുമ്പോൾ കിട്ടുന്ന പോട്ടുണ്ടല്ലോ, ഇതുണ്ടല്ലോ, ഡപ്പയുണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ പോട്ടായിട്ട് യൂസ് ചെയ്താൽ മതി. ഇത് ഇപ്പം അധികം വലിപ്പമുണ്ട്, എന്നാലും നമ്മൾ വലിയ പോട്ട് നടുന്നതിനെക്കാട്ടും ഇതുപോലെ ചെറിയ പ്ലാന്ററിൽ ഇതുപോലുള്ള പോട്ടിലൊക്കെ നട്ടു വെച്ചിരുന്നാൽ പെട്ടെന്ന് വലിപ്പം വെക്കുകയും ചെയ്യും. അതിന് ശേഷം നമുക്ക് വലിയ പോട്ടിലോട്ട് മാറ്റാം. ഇപ്പം ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോട്ട് ഇപ്പം എൻ്റെ കയ്യിൽ എടുക്കാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള ടിന്നുകൾ എടുത്തിട്ട് നമ്മൾ അതിലോട്ട് ഹോളുകളൊക്കെ ഇട്ട് അടിയിലൊക്കെ നല്ല ഹോൾസ് ഇട്ടിട്ട് നമുക്ക് പോട്ട് ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സൊക്കെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു തരാവേ. നമ്മൾ പോട്ട് ചെയ്യാനായിട്ട് പോട്ടി മിക്സായിട്ട് എടുത്തിരിക്കുന്നത് പെർലൈറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കരി എടുത്തിട്ടുണ്ട്. കരി ആകുമ്പോൾ നമ്മൾ കരിയിൽ മാത്രമാണ് മിക്കപ്പോഴും എല്ലാവരും കരിയിൽ മാത്രമാണ് നടുന്നത്. പിന്നെ ക്ലേ ബോൾസ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ കൊക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ വെള്ളത്തിലിട്ട് കുറേ നാൾ വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം കളഞ്ഞിട്ടെടുത്ത കൊക്കോ ചിപ്സുകളാണ് കേട്ടോ. കൊക്കോ ചിപ്സ്, പെർലൈറ്റ്, കരി, ചാർക്കോളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് വെച്ച് നമ്മൾ മേടിച്ചതല്ല, നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ കിട്ടുന്നത് നമ്മളെടുത്ത് കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നാലോടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു പോട്ടി മിക്സിലോട്ട് നമുക്ക് പ്ലാന്റ് നട്ട് കാണിക്കാം. ഇതിന് ഞാൻ ഈ ഒരു പ്ലാന്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്ത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് നോക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ വരുന്ന നെറ്റ് പോട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയണം. നെറ്റ് പോട്ടിൽ തന്നെ വെച്ച് നമ്മൾ പ്ലാന്റ് നടരുത് കേട്ടോ. അത് സൂക്ഷിക്കണം. ഇത് ഇളക്കുന്ന വഴിക്ക് ഇതിൻ്റെ ഇതൊന്നും പോവരുത് കേട്ടോ, വേര് പൊട്ടാതെ. എല്ലാം നല്ല ഹെൽത്തി റൂട്ട്സ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ക്ലേ ബോൾസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഫെലനോപ്സിസ് ഓർക്കിഡ്സിന് ക്ലേ ബോൾസും അതുപോലെ ചാർക്കോളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാട്ടോ. പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കാനൊക്കെ ചാർക്കോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഞാൻ കൊക്കോ ചിപ്സ് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിച്ചു. ഇവിടെ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് അത് മാത്രമല്ല ഞാനിപ്പോൾ ഈ പ്ലാന്റുകൾ അകത്താണ് വെക്കാൻ പോകുന്നത്. അകത്ത് വെക്കുമ്പോൾ നമ്മൾ ജനലിൻ്റെ സൈഡിലായിട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ അധികം വെയിലൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത് മാത്രമല്ല എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അകത്തിരിക്കുന്നത് കൊണ്ട് ഒരു നനവിന് വേണ്ടി നമ്മൾ കൊക്കോ ചിപ്സും കൂടെ ആഡ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ കൊക്കോ ചിപ്സ് തന്നെ ആഡ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. കൊക്കോ ചിപ്സ് ഇല്ലാതെ നമുക്ക് ഈ ചാർക്കോളിലും ക്ലേ ബോൾസിലും മാത്രം നടുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ ഇവിടെ നട്ടിരിക്കുന്ന ചില പ്ലാന്റ്സുകളൊക്കെ ചാർക്കോളിൽ മാത്രം നട്ടിരിക്കുന്ന പ്ലാന്റുകളുണ്ട്. ഇതിൻ്റെ ഇവിടെ ആയിട്ട് നമ്മളൊന്നും നിറയ്ക്കരുത്. അതിൻ്റെ അകത്തൊന്ന് വേര് അതിനകത്ത് പിടിച്ചിരിക്കുന്ന രീതിയിൽ നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ഇതിൻ്റെ ഈ കൂമ്പ് ഭാഗത്ത് വെള്ളം വീഴാതെ ശ്രദ്ധിക്കണം. ഫെലനോപ്സിസ് ഓർക്കിഡ്സിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിങ്ങനെ ചരിഞ്ഞ് കിടന്നാൽ മതി അതിൻ്റെ പ്ലാന്റ്. നമ്മൾ ഈ നേർത്ത് ഇങ്ങനെ പൊങ്ങിയിരിക്കുമ്പോഴാണ് നമ്മളിതിൻ്റെ കൂമ്പിലോട്ട് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ചരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ വെള്ളം അഥവാ വീണാൽ തന്നെ ഒലിച്ച് താഴോട്ടിറങ്ങി പൊക്കോളും. ഇങ്ങനെ നമുക്ക് ഓരോ പ്ലാന്റ് നമുക്ക് പ്ലാന്റ് ചെയ്യാം. അങ്ങനെ തന്നെ നമ്മളെല്ലാ പോട്ട്സും ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഓരോന്നും പോട്ട് ചെയ്യാം. ഞാനിപ്പം 2-3 പ്ലാന്റ്സ് പോട്ട് ചെയ്തത് കാണിക്കുന്നുള്ളൂ. എല്ലാം നമുക്കിതുപോലെ തന്നെ പോട്ട് ചെയ്തിരുന്നാൽ മതി കേട്ടോ. നമുക്ക് ഈ പ്ലാന്റ്സിലെല്ലാം ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരാഴ്ച കൂടുമ്പോഴും ഫെർട്ടിലൈസർ നമുക്ക് കൊടുക്കാം. പിന്നെ ഫ്ലവറിങ്ങിനുള്ളത് ഇപ്പോൾ ഉടനെ കൊടുക്കണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്നു വെച്ചാൽ ചെറിയ പ്ലാന്റ്സുകളല്ലേ. പനലായിട്ടുള്ള റൂട്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം.
ഇതെല്ലാം നല്ല റൂട്ട്സുകളാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ തന്നെ നമ്മൾ എല്ലാ പ്ലാന്റും നമ്മൾ ഇപ്പോൾ 2 പ്ലാന്റ്സ് നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ എല്ലാ പ്ലാന്റ്സും നമുക്ക് പോട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഈ മേടിച്ചിരിക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ നമ്പർ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. അവരുടെ പേരും നമ്പറും നമ്മളിതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളിതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, നമ്മൾ വാങ്ങിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് നല്ലതായിട്ട് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾക്കിത് പ്രിഫർ ചെയ്യുന്നത്. നമ്മളിതിന് മുന്നേ ഒരുപാട് സെല്ലേഴ്സിനെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരുപാട് സെല്ലേഴ്സിനെ നമ്മളിതുപോലെ അൺബോക്സ് ചെയ്ത് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതും അതുപോലെ ഓർക്കിഡ്സൊക്കെ മേടിക്കാനും ഒക്കെ നല്ലൊരു സെല്ലറാണ് കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇവരുടെ നമ്പർ എൻ്റെ കൂട്ടത്തിൽ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിരിക്കുന്നതായിരിക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ മേടിച്ചിരിക്കുന്ന എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെയും ഫോട്ടോസ് ഇടുന്നതായിരിക്കും കേട്ടോ. നമുക്ക് പ്ലാന്റ് അവർ ഇന്നലെ അയച്ചു, നമുക്ക് പ്ലാന്റ് ഇന്ന് കിട്ടി. നമ്മൾ അതുകൊണ്ട് 4 മണിയായപ്പോഴാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ട് ചെയ്ത് സാധനങ്ങളൊക്കെ റെഡി സെറ്റായി വന്നപ്പോഴത്തേന് ഈ ഒരു സമയമായി. ഇപ്പോൾ രാത്രിയിലാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.